എല്ലാവർക്കും നമസ്തേ. എല്ലാ വർഷവും നമ്മൾ ഓണം ആഘോഷിക്കുന്നത് പോലെ ഈ വർഷവും ഇന്നലെ നമ്മൾ തിരുവോണം ആഘോഷിച്ചു. അതിൽ നമ്മളുടെ വിശ്വാസം, നമ്മളുടെ ഉള്ളിൽ അടിച്ചേൽപ്പിച്ചിരുന്ന ഒരു വിശ്വാസം, അത് വളരെയേറെ ദുഷ്ടലാക്കോടുകൂടി തന്നെ അടിച്ചേൽപ്പിച്ചിരുന്ന ഒരു വിശ്വാസമാണ് മഹാബലി എന്ന് പറയുന്ന ആ ചക്രവർത്തിയെ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി. അതിനു മുമ്പ് അദ്ദേഹം ഒരു ആവശ്യം വാമനോട് ഉന്നയിച്ചിരുന്നു. ഈ തിരുവോണ നാളിൽ തൻ്റെ പ്രജകളെ വന്ന് കാണുവാൻ അനുവദിക്കണം. അതനുസരിച്ച് വാമനൻ അനുവദിച്ച് തിരുവോണ നാളിൽ മഹാബലി നമ്മളെ കാണാൻ വരുന്നു എന്നുള്ള ആ ഒരു വ്യാജ കഥ നമ്മളുടെ ഉള്ളിലെല്ലാം അടിച്ചേൽപ്പിച്ച് തലമുറകളായിട്ട് നമ്മുടെ സംസ്കാരത്തിനെ കളങ്കിതമാക്കാൻ വേണ്ടി അടിച്ചേൽപ്പിച്ച ഒരു കഥ, അത് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ നല്ലൊരു ശതമാനം ആൾക്കാർ ഓണം ആഘോഷിച്ചു. അതോടൊപ്പം തന്നെ വിശ്വാസികളല്ലാത്തവർ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ദേശീയ ഉത്സവം എന്ന രീതിയിലും ഓണം ആഘോഷിച്ചു. ഇനി ശരിയായിട്ട് വിശ്വാസികൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ നമ്മളിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ആ വ്യാജമായിട്ടുള്ള മാവേലിയുടെ കഥ മാറ്റിവെച്ചുകൊണ്ട് വരുന്ന ഓണം മുതൽ നമ്മൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി വേണം ഓണം ആഘോഷിക്കാൻ എന്നുള്ളതാണ്. മറ്റുള്ളവർ ഈ കേരളത്തിൻ്റെ ദേശീയ ഉത്സവം വിളവെടുപ്പ് ഉത്സവമായിട്ട് ആഘോഷിച്ചുകൊള്ളട്ടെ. പക്ഷേ വിശ്വാസികളായിട്ടുള്ളവർ ഇപ്പോൾ നമ്മളുടെ ഉള്ളിൽ, നമ്മളുടെ മുന്നിൽ വളരെ പ്രബലമായി വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ആ തെറ്റായ കഥ മാറ്റിവെക്കുക. അതായത് നീതിമാനായ മഹാബലിയെ ദേവേന്ദ്രൻ്റെ ആവശ്യപ്രകാരം, അതായത് ഇന്ദ്രപദവി നഷ്ടപ്പെടും എന്നുള്ള ആ ദേവേന്ദ്രൻ്റെ ആ ഭയത്തിൽ നിന്ന് മഹാവിഷ്ണുവിനെ ചെന്ന് കണ്ട് പറഞ്ഞതിന് പ്രകാരം അദ്ദേഹം വാമനായി അവതരിപ്പിച്ച് മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്നുള്ള ആ ഒരു തെറ്റായ കഥ മാറ്റിവെച്ചുകൊണ്ട് വേണം അടുത്ത ഓണം മുതൽ നമ്മൾ ആഘോഷിക്കേണ്ടത്. ശരിയായിട്ട് എന്താണ് മഹാബലിയുടെ കാര്യത്തിൽ സംഭവിച്ചത് എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാകും. ഭാഗവതത്തിൽ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നതിൽ ഇങ്ങനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്നല്ല പറയുന്നത്, ഇദ്ദേഹത്തിൻ്റെ ആ നീതിബോധവും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭരണ മികവും കണ്ട് അദ്ദേഹത്തെ വാമനമൂർത്തി സ്വർഗത്തിനെക്കാട്ടിൽ ശ്രേഷ്ഠമായ സുതലം എന്ന് പറയുന്ന ആ ഒരു തലത്തിലേക്ക് യാത്ര അയക്കുകയായിരുന്നു ചെയ്തത്. എന്നിട്ട് അവിടെ അദ്ദേഹത്തിന് കാവലാളായി ഭഗവാൻ തന്നെ അവിടെ, വാമനമൂർത്തി അവിടെ നിലകൊള്ളുകയാണ് ഉണ്ടായത് എന്നാണ് യാഥാർത്ഥ്യം. ഭാഗവതം അങ്ങനെയാണ് പറയുന്നത്, അല്ലാതെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്നല്ല പറയുന്നത്. ഇത് ശരിയായിട്ട് എന്തായിരിക്കാം അതിന് കാരണം എന്ന് നമ്മൾ സാമാന്യ യുക്തി വെച്ച് നമ്മൾ ചിന്തിച്ചു നോക്കുക. അതായത് നമുക്കറിയാം, ദേവേന്ദ്രൻ ഇന്ദ്രലോകത്തിൻ്റെ അധിപനാണ്, അവിടുത്തെ രാജാവാണ്. അവിടെ ഈ നമ്മൾ പറയാറുണ്ട്, അവിടെ എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാം ലോകത്ത് നമ്മൾ ചിന്തിക്കുന്ന പോലെ അപ്പുറമുള്ള സൗഭാഗ്യങ്ങളും സൗകര്യങ്ങളുമാണ് അവിടെ എന്നാണ് വിശ്വാസം. ആ ഒരു സാമ്രാജ്യത്തിൻ്റെ ആ ദേവലോകം എന്ന് പറയുന്ന ആ സാമ്രാജ്യത്തിൻ്റെ അധിപനാണ് ഇന്ദ്രൻ. അദ്ദേഹം എന്തിന് മഹാബലിയുടെ ഈ ഭരണത്തിൽ, ഈ ഭൂമിയിലുള്ള ഭരണത്തിൽ വ്യാകുലപ്പെടണം? തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. എന്തായാലും ഒരു മനുഷ്യനായി പിറന്ന, അല്ലെങ്കിൽ അസുരവംശത്തിൽ ജനിച്ച മഹാബലി ഒരിക്കലും ഇദ്ദേഹത്തിന് ഭീഷണിയാവുകയില്ല. പക്ഷേ ഭഗവാൻ എന്താണ് ചിന്തിച്ചത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഭഗവാൻ ഭക്തവത്സലനാണ്. അതേപോലുള്ളവർക്ക് എല്ലാ സൗഭാഗ്യവും നൽകുന്ന ഭഗവാൻ ഈ ബാലിയുടെ ആ സത്യസന്ധതയിലും ഭരണ നൈപുണ്യത്തിലും, അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് എല്ലാവരും സമന്മാരായിരുന്നു. ആ നാട്ടിൽ കള്ളമില്ല, ചതിയില്ല,
കള്ളത്തരങ്ങളും മറ്റൊരു രീതിയിലും ഇല്ല. നമ്മൾ ആ പാട്ടിൽ കേൾക്കുന്നത് പോലെ ഉള്ള ഭരണം തന്നെയായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന ഈ പരമഭക്തനായ ബാലിയെ അദ്ദേഹത്തിന് അമരത്വം നൽകാൻ വേണ്ടി ഭഗവാൻ തീരുമാനിക്കുകയാണ് ചെയ്തത് എന്ന് അല്ലേ നമ്മൾ വിശ്വസിക്കേണ്ടത്. അതിൻ പ്രകാരം അദ്ദേഹം ആ ദിവസം വാമനമൂർത്തിയായി അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ് ഉണ്ടായത്. പ്രത്യക്ഷപ്പെട്ട് 3 അടി ആവശ്യപ്പെട്ടു. ആദ്യം ഭൂമി അളന്നു, പിന്നെ സ്വർഗം അളന്നു. പിന്നീട് 3-ാമത്തെ അടി കൊടുക്കാൻ ഇല്ലാതെ വന്നപ്പോൾ തൻ്റെ ശിരസ് കാണിച്ചു കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്. അത് അദ്ദേഹം ശിരസ് കാണിച്ചു കൊടുത്തു എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുക. അവർ ചവിട്ടി താഴ്ത്തിയതായിട്ട് പറയുന്നില്ല. അദ്ദേഹത്തിന് എന്താണ് ഭഗവാൻ ചെയ്തത്? ഈ തൻ്റെ പരമഭക്തനായ ഈ മഹാബലിക്ക് സ്വർഗത്തേക്കാൾ വളരെ പവിത്രമായ ഒരു സ്ഥലം ഞാൻ സൃഷ്ടിച്ച് അവിടെ ഇദ്ദേഹത്തെ രാജാവായി അല്ലെങ്കിൽ ഇദ്ദേഹത്തെ അതിൻ്റെ അധിപനായി വാഴിക്കുക എന്നാണ് ഭഗവാൻ അവിടെ ചിന്തിച്ചതും ആഗ്രഹിച്ചതും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ മഹാബലിയെ നമ്മൾ വർഷം തോറും നമ്മൾ അദ്ദേഹത്തിൻ്റെ വരവ് എന്ന് പ്രതീക്ഷിച്ച് നമ്മൾ ആഘോഷിക്കുന്നു, സദ്യ ഒരുക്കുന്നു, പലവിധ കലാപരിപാടികൾ നടത്തുന്നു, കളികൾ നടത്തുന്നു, എല്ലാം നടത്തിക്കൊണ്ട് പാടുന്നു എല്ലാം നടത്തിക്കൊണ്ട് ആ മഹാബലി എന്ന് പറയുന്ന ആ ചക്രവർത്തിക്ക് വേണ്ടി നമ്മൾ വർഷം തോറും ഒരു ദിനം നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. എന്നാൽ ദേവേന്ദ്രനെ കുറിച്ച് നമ്മൾ അങ്ങനെ വല്ലതും ചിന്തിക്കുന്നുണ്ടോ? ദേവേന്ദ്രൻ എന്ന് പറയുന്ന ആളിന് വേണ്ടി നമ്മൾ ഇതേപോലെ ആഘോഷം നടത്തുന്നുണ്ടോ? അപ്പോൾ തീർച്ചയായിട്ടും ഇന്ദ്രപദത്തേക്കാൾ വളരെ വലിയൊരു പദമാണ് വാമനമൂർത്തി അല്ലെങ്കിൽ സാക്ഷാൽ വിഷ്ണു ഭഗവാൻ മഹാബലിക്ക് നൽകിയത്. അതല്ലേ സത്യം? അതുകൊണ്ടല്ലേ നമ്മളിങ്ങനെ മാവേലി എന്ന് പറയുന്ന ആ ഒരു സങ്കല്പത്തെ, അല്ലെന്നുണ്ടെങ്കിൽ പണ്ട് നാട് ഭരിച്ചിരുന്ന രാജാവ് എന്നുള്ള വിശ്വാസത്തോടുകൂടി നീതിമാനായ രാജാവിൻ്റെ വരവിനായി നമ്മളിങ്ങനെ കാത്തിരിക്കുന്നത്? അപ്പോൾ അതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. അല്ലാതെ ഭഗവാൻ ഇദ്ദേഹത്തിനെ ചവിട്ടി താഴ്ത്തി പാതാളത്തിലേക്ക് അയച്ചു എന്ന് നമ്മൾ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. ഇന്ദ്രപദവിയേക്കാൾ ശ്രേഷ്ഠമായ ഒരു സ്ഥാനത്തേക്ക് മഹാബലിയെ വാമനമൂർത്തി എത്തിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അദ്ദേഹം അവിടെ മഹാബലിക്ക് കാവലാളായി ഭഗവാൻ തന്നെ അവിടെ സാന്നിധ്യം അറിയിക്കുകയാണ് ചെയ്തത്. ഇന്ദ്രലോകത്ത് അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇന്ദ്രന് കാവലായിട്ട് മഹാവിഷ്ണുവിൻ്റെ തന്നെ ആദിനാരായണൻ്റെ 3 രൂപങ്ങളിൽ ആരും തന്നെ ബ്രഹ്മദേവനോ മഹാവിഷ്ണുവോ മഹാദേവനോ അവിടെ കാവലാളായി നിൽക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിച്ചുകൂടാ. പക്ഷേ മഹാബലിയെ സുതലത്തിൽ അയച്ചിട്ട് ഭഗവാൻ തന്നെ അദ്ദേഹത്തിൻ്റെ കാവലാളെന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം, ഈ ആ യജമാനൻ്റെ താഴെയാണ് ആ കാവലാൾ എന്ന് പറയുന്നതിന് സ്ഥാനം. അപ്പോൾ ഭഗവാൻ തന്നെ കാവലാളായി നിലകൊള്ളുന്നു എന്ന് പറഞ്ഞാൽ ആ മഹാബലിക്ക് എത്രമാത്രം പവിത്രമായ സ്ഥാനമാണ്, അല്ലെങ്കിൽ ദിവ്യമായ സ്ഥാനമാണ് ഭഗവാൻ കൽപ്പിച്ച് നൽകിയത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ ഇടതുപക്ഷം അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് ചില ഇവന്മാരുടെ കേട്ടിട്ടുണ്ട്, പാസ്റ്റർമാരുടെ. അവനൊക്കെ ഈ അസുരൻ അല്ലെ പിശാച് എന്നുള്ള രീതിയിലാണ് മഹാബലിയെയും ഈ ഹൈന്ദവ ദേവന്മാരെ മൊത്തം പിശാചുക്കൾ എന്നാണ് ഇവന്മാർ വിളിക്കുന്നത്. ഈ അടുത്ത സമയത്ത് ഒരു പാസ്റ്ററിൻ്റെ ഇത് കണ്ട് ഞാനത് കേൾക്കാൻ ഞാൻ സമയം കിട്ടിയില്ല എന്നതാണ് സത്യം.
ഇതിൽ കണ്ട തമ്പനയിൽ കണ്ടത് പിശാച് എന്നും പറഞ്ഞാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇതേപോലെ അധിക്ഷേപിക്കുന്ന ഈ മഹാബലിക്ക് ഭഗവാൻ എത്രമാത്രം ദിവ്യമായ സ്ഥാനമാണ് നൽകിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. ആ ഒരു ചിന്തയോടുകൂടിയായിരിക്കണം അടുത്ത തിരുവോണം നമ്മൾ നോക്കിക്കാണേണ്ടത്. ആ തിരുവോണത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. അത് വാമനമൂർത്തിയുടെ അവതാര ദിനം കൂടിയാണ്. ഇങ്ങനെ രണ്ട് കാര്യത്തിൽ വളരെയേറെ പവിത്രമായ ദിനമാണ് ഈ തിരുവോണം എന്നുള്ളത്. നമ്മുടെ വിശ്വാസം അനുസരിച്ച് മഹാബലി നമ്മളെ സന്ദർശിക്കാൻ വരുന്നു, അതോടൊപ്പം തന്നെ വാമനമൂർത്തിയുടെ അവതാര ദിനവും കൂടിയാണെന്ന്. ഈ രണ്ട് പവിത്രമായ ആ സന്ദർഭങ്ങൾ ഒത്തുചേരുന്ന ആ ദിനം അതിൻ്റേതായിട്ടുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മൾ ഇനി വരുന്ന ഓണം മുതൽ ആഘോഷിക്കേണ്ടത് എന്ന് മാത്രമാണ് നമ്മൾ വിശ്വാസികൾ ഇതിൽ നിന്നും ഈ മഹാബലിയുടെയും വാമനൻ്റെയും കഥകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇത് ലൈക്ക് ചെയ്യുക. ഇതിൽ ഇനിയും വരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിനായി ഷെയറും ചെയ്യുക.